ഹായ് ഡിയേഴ്സ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലയൻറ്റ് ആൻഡ് സെർവർ. നമ്മുടെ ഈ യൂണിറ്റിൽ ഫസ്റ്റ് യൂണിറ്റിൽ ഈ ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. അതുകൊണ്ടാണ് അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമുക്ക് അടുത്ത മോഡ്യൂൾ എന്ന് പറയുമ്പോൾ വേർഡ്, പിന്നെ എക്സൽ, പവർ പോയിൻറ്റ്, അങ്ങനെ 3 മോഡ്യൂൾസാണ് ഇനിയുള്ളത്. അപ്പോൾ ഈ ക്ലയൻറ്റ് ആൻഡ് സെർവർ മാത്രം ആണ് ഈ വീഡിയോയിലുള്ള വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. എന്താണ് ക്ലയൻറ്റ്, എന്താണ് സെർവർ, ആ ഒരു ടോപ്പിക്കാണ് നമുക്ക് പറയാനുള്ളത്. ക്ലയൻറ്റ് ആൻഡ് സെർവർ എല്ലാവർക്കും പരിചയമുള്ള ഈ ഒരു വേർഡ്, ക്ലയൻറ്റ് ആൻഡ് സെർവർ എന്നുള്ള വേർഡ് എല്ലാവരും കേട്ടിട്ട് പരിചയമുള്ളൊരു വേർഡായിരിക്കും. എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം, എന്താണ് ക്ലയൻറ്റ്. In computing, a client is a piece of computer hardware or software that accesses a service made available by a server as a part of client. Server model of computer networks. The server is often on another computer system, in which case the client accesses the service by way of network. ക്ലയൻറ്റ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യുന്ന ആണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതാണ് ക്ലയൻറ്റ്. അതേസമയം സെർവർ എന്ന് പറയുമ്പോൾ നമുക്ക് റെസ്പോൺസ് തരുന്നതാണ് സെർവർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. കുറച്ചും കൂടി നന്നായി ടെക്നിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ ക്ലയൻറ്റ് സെർവർ മോഡലിലെ ഒരു ടേമാണ് ക്ലയൻറ്റ് എന്ന് പറയാം. ഒരു ശരിക്കും പറഞ്ഞ ഒരു നെറ്റ്വർക്ക് മോഡൽ തന്നെയാണ് ക്ലയൻറ്റ് സെർവർ മോഡൽ. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതുകൊണ്ടാണ് പറയാത്തത്. ക്ലയൻറ്റ് സെർവർ മോഡലിൽ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ എന്തോ ആവാം. പിന്നെ നെറ്റ്വർക്കിലൂടെ സെർവറിൽ നിന്നും റെസ്പോൺസ് ആക്സസ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുന്ന ആളാണ് എന്ത് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത് പീസ് ഓഫ് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ. ക്ലയൻറ്റ് സെർവർ മോഡലിലെ ഒരു ഹാർഡ്വെയറോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു പീസാണെന്ന് പറയുന്നത് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ക്ലയൻറ്റാണ് നെറ്റ്വർക്ക് വഴി ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നത്, സെർവറിൽ നിന്ന് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത പോലെ സെർവറാണ്. സെർവർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക് ഓഫ് അതർ വർക്ക് സ്റ്റേഷൻ കോൾഡ് ക്ലയൻറ്റ്. ക്ലയൻറ്റിൽ നിന്നും കമ്പ്യൂട്ടർ വഴി കണക്ഷനുള്ള ഒന്നാണ് സെർവർ. ക്ലയൻറ്റ് കൊടുക്കുന്ന റിക്വസ്റ്റിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് സെർവറാണ്. ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് റിക്വസ്റ്റ് ഇൻഫർമേഷൻ ഫ്രം ദ സെർവർ ഓവർ ദ നെറ്റ്. ക്ലയൻറ്റ് നെറ്റ്വർക്കിലൂടെ റിക്വസ്റ്റ് സെർവറിന് കൊടുക്കുന്നു. സെർവേഴ്സ് ടെൻഡ് ടു ഹാവ് മോർ സ്റ്റോറേജ്, മെമ്മറി ആൻഡ് പ്രോസസ്സിംഗ് പവർ ദാൻ നോർമൽ വർക്ക് സ്റ്റേഷൻ. സാധാരണ ഒരു വർക്ക് സ്റ്റേഷന് ഉപരിയായിട്ട് ഒത്തിരി സ്റ്റോറേജ് കപ്പാസിറ്റിയും മെമ്മറി കപ്പാസിറ്റിയും പ്രോസസ്സിംഗ് പവറും എല്ലാം തന്നെ സെർവറിനുണ്ട്. സെർവറിൽ ഒരു കാര്യം 1-2 കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ ഇൻഫർമേഷൻസും സെർവറിൽ നിന്നാണ് വരുന്നത്. ഏത് വെബ്സൈറ്റ് തുറക്കാനാണെങ്കിലും ഏത് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം തന്നെ. അപ്പോൾ സെർവറിൻ്റെ കപ്പാസിറ്റിയാണ് അത് കാണിക്കുന്നത്. ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റാണ് ഇൻ്റർമീഡിയറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ക്ലയൻറ്റിന് സെർവറിനോട് ഒരിക്കലും ബന്ധം ഉണ്ടാവില്ല. അത് നോക്കൂ, ക്ലയൻറ്റ്, ഇതൊക്കെ ക്ലയൻറ്റാണ്. കമ്പ്യൂട്ടറാണെങ്കിൽ ഉപയോഗിക്കില്ലെങ്കിൽ കമ്പ്യൂട്ടറാണ് ക്ലയൻറ്റ്, മൊബൈലാണ്, ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പൊക്കെ ക്ലയൻറ്റ് തന്നെയാണ്. ഇതാണ് സെർവർ. സെർവർ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക മനസ്സിലായിട്ടുണ്ടാവും. കാരണം വളരെ ചെറിയ ടോപ്പിക്കാണ്. അതോടുകൂടി നമ്മുടെ ആ ഫസ്റ്റത്തെ മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.